അപ്പോൾ അങ്ങനെ എല്ലാ ആരോഗ്യ സൂചികകളിലും കേരളമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അതേസമയത്ത് ഒരു ഡോക്ടർ, ആ ഡോക്ടറെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു പ്രയാസം, പല പ്രയാസങ്ങളുണ്ട്, അതിലൊരു പ്രയാസം ഓപ്പറേഷനൊക്കെ നടത്തുന്നതിന് അത്യാവശ്യം വേണ്ട ക്രമീകരണം, അതിനകത്തൊരു കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു പോരായ്മയായിട്ടുമല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു മനസ്സിലായത്, ഉദ്യോഗസ്ഥ തലത്തിൽ ഫയലുകൾ നീങ്ങി ഇതിനകത്ത് തീരുമാനം കൃത്യസമയത്ത് എടുക്കുന്നതിനുണ്ടായ ചില പോരായ്മകളാണുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. അതിനെ തുടർന്ന് ഗവൺമെൻറ് വളരെ ചടുലമായി തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു, ആ കുറവുകൾ പരിഹരിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പരിഹാരം ഉണ്ടാക്കാം. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവിനെ ഇടിച്ചു കാണിക്കുന്നതിനകത്ത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഈ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ആരോഗ്യകരമായ ഒരു മനോഭാവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് കൂട്ടായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ചുരുക്കത്തിൽ പറയാം. ഈ മന്ത്രി രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അത്രയേ ഉള്ളൂ. ഈ കേരളത്തിലെ ആരോഗ്യ മേഖല മികച്ചതാണെന്ന് പറയുമ്പോഴും മന്ത്രിമാർ പലരും പതിവായി ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. ഇപ്പോൾ അതിൻ്റെ വിവരാവകാശ രേഖകളും നിയമസഭാ രേഖകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഓരോ ചികിത്സയ്ക്കും ഓരോ രോഗത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തി. ഇപ്പം നിങ്ങൾക്കൊരു അസുഖം വന്നു, നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താ? നിങ്ങളുടെ അസുഖത്തിന് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ കിട്ടും. നമ്മുടെ ആയുർവേദ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്രയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുന്നു. ഏറ്റവും വികസിച്ച മോസ്റ്റ് അഡ്വാൻസ്ഡ് കൺട്രി, ഏറ്റവും വികസിച്ച രാജ്യങ്ങളെന്ന് പറയുന്നില്ലേ, അവിടെ നിന്നുള്ള എത്രയോ പേര് കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്നു. കേരളത്തിലെ കോട്ടയ്ക്കലും വൈദ്യരത്നത്തിൻ്റെ അടുത്തും ഗവൺമെൻറ് ആയുർവേദ കോളേജ്, തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ഇവിടുത്തെ സഖാവ് സുർജിത്ത് പോയി ചികിത്സിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പഠിക്കാൻ. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും UK പോലല്ലേ പഠിച്ചത്. അപ്പോൾ പഠിക്കാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വിദേശത്തുള്ള കുട്ടികളുണ്ട്, കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് പഠിക്കാൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇതിലേതെങ്കിലും ഒന്നിനെ എടുത്ത് പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഹാരിസ് ഡോക്ടർ മികച്ച ഡോക്ടറാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം മന്ത്രിമാരടക്കം രൂക്ഷമായ വിമർശനം അദ്ദേഹത്തെ എതിരെ ഉണ്ടായി. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് അടിക്കാൻ ഒരു വടി കൊടുത്തതിനുള്ള വിമർശനമൊക്കെ വന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് വളരെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പിണറായിയുടെ സാധാരണഗതിയിലുള്ള സമീപനം, സമതുലിതമായ ഒരു സമീപനം, ആ സമീപനത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്, ആരോഗ്യമന്ത്രി പ്രതികരിച്ച് ഞാൻ കണ്ടു. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ കേരളത്തിൽ പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ ഡോക്ടറുടെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ മികവും ഒക്കെ ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും തന്നെയാണ് പ്രതികരിച്ചത്. അതല്ലാതെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. എനിക്കറിഞ്ഞുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.